ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സെം എന്നുള്ള ആ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് ടെക്നിക്കിനെ പറ്റിയിട്ടാണ്. അപ്പോൾ സെമ്മിൻ്റെ ഫുൾ ഫോം വന്നിട്ട് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു മൈക്രോസ്കോപ്പിക് ടെക്നിക്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ എനർജി ഉള്ള ഒരു ഇലക്ട്രോൺ ബീം വന്നിട്ട് സർഫസിൻ്റെ അവിടെ സ്കാൻ ചെയ്യും. സർഫസിൻ്റെ അവിടെ സ്കാൻ ചെയ്തിട്ട് സർഫസ് ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു സർഫസിന് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതാണ് ഒരു സർഫസ്. ഈ സർഫസിൻ്റെ അവിടേക്ക് വന്നിട്ട് ഹൈ എനർജി ഉള്ള ഒരു ഇലക്ട്രോൺ ബീം ഈ സർഫസിൻ്റെ അവിടേക്ക് വരികയാണ്. അപ്പോൾ സർഫസിൽ എന്തുണ്ടായിരിക്കും? ആറ്റംസ്, പാർട്ടിക്കിൾസ് അങ്ങനെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ സർഫസിലത്തെ ആറ്റംസ്, പാർട്ടിക്കിൾസിനെയൊക്കെ പറ്റിയിട്ട് അതിൻ്റെ സർഫസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യാനായിട്ടാണ് ഈ ഒരു ടെക്നിക്ക്, അതായത് സെം ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെമ്മിൻ്റെ ഫുൾ ഫോം വന്നിട്ട് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. ഇപ്പോൾ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്നാണ് ഇതിൻ്റെ ടെക്നിക്കിൻ്റെ പേര്. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിനെയാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് വഴി സർഫസ് ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റുന്നു. ഏതെങ്കിലും ഇപ്പോൾ ഒരു സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ സർഫസിലുള്ള അതിലെങ്ങനെയാണ് അതിൻ്റെ ആറ്റംസ്, അതിൻ്റെ സർഫസിൽ എങ്ങനെയാണ് അറേഞ്ച്മെൻറ്റ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സർഫസ് ഫിനോമിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെം ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഫിനോമിനൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഹൈ എനർജി ഉള്ള ഒരു ഇലക്ട്രോൺ ബീമാണ് സർഫസിൻ്റെ അവിടേക്ക് വന്നിട്ട് ആ സർഫസിലുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ സ്റ്റഡി ചെയ്യുന്നത്. അത് ഒരു റാസ്റ്റർ പാറ്റേണിലായിരിക്കും എന്നാണ് അതിൻ്റെ സ്റ്റഡീസ് വരിക. അതായത് റാസ്റ്റർ പാറ്റേൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് റേസ് ഇങ്ങനെ എക്സ് ഡയറക്ഷൻസിലോട്ട് വന്നിട്ട് അത് പിന്നെ മൂവ് ചെയ്യുന്നു വൈ ഡയറക്ഷൻസിലോട്ട്, തിരിച്ചത് എക്സിലോട്ട് മൂവ് ചെയ്യുന്നു, പിന്നെ വൈയിലോട്ട്, അങ്ങനെ ആ ഒരു പാറ്റേണിലാണ് അവരുടെ മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ടാവുക. അങ്ങനെ ആ പാറ്റേണിൽ മൂവ് ചെയ്തിട്ട് എന്താണ് അവർ സർഫസിൻ്റെ മുഴുവൻ ക്യാരക്ടറിസ്റ്റിക്സിനെയും അതിലൂടെ സ്റ്റഡി ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതാണ് ഈ സെം എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്കിൽ പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. പിന്നെ ആ പ്രിൻസിപ്പിൾ പറയുമ്പോൾ അതിൻ്റെ ബേസിക്സ്, സെമ്മിൻ്റെ ബേസിക്സും പറയും. പിന്നെ അതിൽ വരുന്ന ഇലാസ്റ്റിക് ഇൻട്രാക്ഷൻസിനെ പറ്റിയിട്ടും ആ ഒരു സെമ്മിൽ നമ്മൾ പ്രിൻസിപ്പിൾ പഠിക്കുന്ന സമയത്ത് സ്റ്റഡി ചെയ്യും. പിന്നെ അതിൽ നമ്മൾ പറഞ്ഞു ഹൈ എനർജി ഉള്ള ഒരു ഇലക്ട്രോൺ ബീമാണ് സർഫസിൻ്റെ അവിടേക്ക് വന്നിട്ട് അതിലത്തെ സർഫസ് ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നുള്ള ആ ഒരു ഫിനോമിന പറഞ്ഞു. അപ്പോൾ മുഴുവൻ റേസും അതിൻ്റെ ഉള്ളിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് പോകുന്നതിന് പകരം കുറച്ച് റേസ് അതിനെ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അതായത് മുഴുവനും ചിലത് ഉള്ളിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് പോകും, ഈ സർഫസിൻ്റെ ഉള്ളിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് പോകും. ചിലത് എന്ത് ചെയ്യും? ഈ സർഫസിൻ്റെ അവിടെ വന്ന് തട്ടിയിട്ട് അവരെന്ത് ചെയ്യും? പുറത്തോട്ട് അത് അവർ എമിറ്റ് ചെയ്ത റേസ് പോകും. അപ്പോൾ കുറച്ച് മാത്രം ഉള്ളിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെനിട്രേഷൻ എത്രത്തോളം ഉള്ളിലോട്ട് പെനിട്രേറ്റ് ചെയ്തു, ആ ഒരു എക്സ്റ്റെൻഡ് ഓഫ് പെനിട്രേഷനും അല്ലെങ്കിൽ ആ ഒരു എത്ര ഡെപ്തിൽ അത് പെനിട്രേറ്റ് ചെയ്തു എന്നുള്ളതൊക്കെ ആ ഒരു ബേസിസിൽ നമുക്ക് സ്റ്റഡീസ് നടത്താനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു പെനിട്രേഷൻ്റെ അളവ് കൂടുന്നത്, അല്ലെങ്കിൽ അത് എത്ര ഡെപ്തിൽ അത് പെനിട്രേറ്റ് ചെയ്തു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് വരുന്ന ഇലക്ട്രോൺ ബീമിൻ്റെ എനർജി അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഹൈ എനർജി ഉള്ള ഇലക്ട്രോൺ ബീമാണ് വരുന്നതെങ്കിൽ അത് ഉള്ളിലോട്ട് കുറച്ചും കൂടി എക്സ്റ്റെൻഡിൽ പെനിട്രേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ ഡെപ്തും ആ ഒരു പെനിട്രേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു എക്സ്റ്റെൻഡും കുറച്ചധികം കൂടുതലായിരിക്കും. അതേസമയം റേസ് വരുന്ന ഇലക്ട്രോൺ ബീമിൻ്റേത് എനർജി കുറവാണെന്ന് വയ്ക്കുക. അപ്പോൾ അവരുടെ പെനിട്രേഷൻ എത്രയ്ക്ക് കാര്യമായിട്ടുള്ള രീതിയിൽ പെനിട്രേഷൻ നടക്കില്ല. ഉള്ളിലോട്ട് പെനിട്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഡെപ്ത് കൂടുന്നത് എപ്പോഴാണ്? എനർജി ഓഫ് ദി ഇലക്ട്രോൺ ബീം ഹൈ ആകുന്ന സമയത്താണ്. അപ്പോൾ വരുന്ന റേസിൻ്റെ എനർജി അനുസരിച്ചിട്ടാണ് അത് എത്രത്തോളം ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോയി എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ എങ്ങനെയാണോ ഇൻട്രാക്ഷൻ വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻസ്, പിന്നെ അതിൽ നിന്നും വരുന്ന റേസ് എങ്ങനെയാണ്? സെക്കൻഡറി ഇലക്ട്രോൺസ് വരുന്നുണ്ട്, ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് വരുന്നുണ്ട്, എക്സ്റേ ഫോട്ടോൺസ് എമിറ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഇലക്ട്രോൺസിൻ്റെ എമിറ്റഡ് ആവുന്ന ഇലക്ട്രോൺസിനനുസരിച്ചിട്ടും ഇതൊരു ടിയർ ഡ്രോപ്പ് മോഡൽ പോലെയാണ് ഇരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ മോഡൽ എങ്ങനെയാണ് വരണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ആ ഒരു മോഡലിൻ്റെ ഒരു ഷേപ്പ് വരാം. അപ്പം ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റീജിയൻ ഉണ്ട്, പിന്നെ അതിന് ശേഷം ഇങ്ങനൊരു റീജിയനും ഉണ്ട്. അപ്പോൾ ഇവിടേക്കാണ് നമ്മുടെ ഇലക്ട്രോൺ ബീം വരുന്നത്. ഇലക്ട്രോൺ ബീമാണിത്. ഇലക്ട്രോൺ ബീം വരുന്നു. ഇതൊരു സാമ്പിളാണ്.
ഈ ഒരു സ്ക്വയേർഡായിട്ട് കാണിച്ചിരിക്കുന്നത് എന്താണ്, സാമ്പിളാണ്. അപ്പം സാമ്പിളിൻ്റെ അവിടേക്ക് ഇലക്ട്രോൺ ബീം വരുന്നു. ആ ഇലക്ട്രോൺ ബീം വന്നിട്ട് ഇതിൽ നിന്നും സെക്കൻഡറി ഇലക്ട്രോൺസാണ് ഇവിടെ നിന്നും പോകുന്നത്, സെക്കൻഡറി ഇലക്ട്രോൺസ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്നും പോകുന്നത് ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് ആണ്, ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ്. പിന്നെ ഇതിൽ നിന്നും പോകുന്നതാണ് ക്യാരക്ടറിസ്റ്റിക് എക്സ്റേസ്, ക്യാരക്ടറിസ്റ്റിക് എക്സ്റേസ്. പിന്നെ ഇതെന്ന് പറയുന്നത് എക്സ്റേ കണ്ടിന്യൂം. ഇതാണ് ടിയർ ഡ്രോപ്പ് മോഡൽ. ടിയർ ഡ്രോപ്പ് മോഡൽ അപ്പോൾ സെമ്മിലുള്ള ഒരു മോഡലാണ് ടിയർ ഡ്രോപ്പ് മോഡൽ. അപ്പോൾ ഈ ടിയർ ഡ്രോപ്പ് മോഡൽ പ്രകാരം വരുന്ന ഇലക്ട്രോൺ ബീം സാമ്പിൾ സർഫസിൻ്റെ അവിടേക്ക് വന്ന് പതിക്കുന്നു. ഇതാണ് സാമ്പിൾ സർഫസ്, ഈ സ്ക്വയർഡായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇലക്ട്രോൺ ബീം സാമ്പിൾ സർഫസിൻ്റെ അവിടേക്ക് വന്ന് പതിച്ചിട്ട് അതിൽ നിന്നും സെക്കൻഡറി ഇലക്ട്രോൺസും ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസും എക്സ്റേ ഫോട്ടോൺസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എമിറ്റഡ് ആവുന്നുണ്ട്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു മോഡലിനെയാണ് നമ്മൾ ടിയർ ഡ്രോപ്പ് മോഡൽ എന്ന് പറയും. ഇങ്ങനെ സർഫസ് ക്യാരക്ടറിസ്റ്റിക്സ് സ്റ്റഡി ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ സ്റ്റഡി ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർഫസിൻ്റെ ടെക്സ്ചർ സ്റ്റഡി ചെയ്യാം. അത് സ്മൂത്താണോ റഫാണോ നമ്മുടെ സർഫസ് വരുന്നത് എന്നുള്ളത് സ്റ്റഡി ചെയ്യാൻ പറ്റും. പിന്നെ അതിലെങ്ങനെയാണ് കമ്പോസിഷൻസ് വന്നിരിക്കുന്നത്, അതിൻ്റെ ആറ്റംസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് എങ്ങനെയാണ് അതിൽ കമ്പോസിഷൻ അതിൽ നടന്നിരിക്കുന്നത്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്, അവർ ഭയങ്കര ക്ലോസ്ലി അറേഞ്ച്മെൻ്റ് ആണോ അല്ല ഫാർ അപ്പാർട്ടായിട്ടാണ് അവരുടെ അറേഞ്ച്മെൻറ്റ് നടന്നിരിക്കുന്നത്. അങ്ങനെ ആ ഒരു സർഫസിൻ്റെ എല്ലാ ഇൻഫോർമേഷൻസും ഈ സെം അനാലിസിസിലൂടെ നമുക്ക് സ്റ്റഡി ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി പറയുന്നത് ഇൻട്രാക്ഷൻസിനെ പറ്റിയിട്ടാണ്. ഇൻട്രാക്ഷൻസ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പിലാണ് മെയിൻലി ഇൻട്രാക്ഷൻസ് വരുന്നത്. ഒരു ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ഇൻട്രാക്ഷനാണ്, ഇലാസ്റ്റിക്. വേറെ ഒരെണ്ണം എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ഇൻട്രാക്ഷനാണ്. ഇലാസ്റ്റിക് ഇൻട്രാക്ഷൻസ് വഴി എമിറ്റഡ് ആവുന്ന റേസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് എന്ന് പറയും. ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ്, അതായത് അതിനെ ഷോർട്ടാക്കിയിട്ട് BSc എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ ഇൻഇലാസ്റ്റിക് വഴി വരുന്നതാണ് സെക്കൻഡറി ഇലക്ട്രോൺസ്. ഇൻഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിലൂടെ വരുന്നതാണ് സെക്കൻഡറി ഇലക്ട്രോൺസ്. അതിനെ SE എന്നുള്ളതിലും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. പിന്നെ ഈ ഇൻട്രാക്ഷൻസ് പറഞ്ഞു, ഇപ്പോൾ ഇൻഇലാസ്റ്റിക്കും ഉണ്ട്, ഇലാസ്റ്റിക് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസും ഉണ്ട്. ഇലാസ്റ്റിക് വഴിയാണ് ബാക്ക് സ്കാറ്റേർഡ് വരുന്നത്. ഇലാസ്റ്റിക് ഇൻട്രാക്ഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻസിഡൻറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ്, നമ്മുടെ സ്പെസിമെനിൻ്റെ അവിടേക്ക് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ബീം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് അവിടെ നിന്നും എമിറ്റഡ് ആവുന്ന ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസ് BSc എന്ന് പറയും. എന്നാൽ ഇൻഇലാസ്റ്റിക് ഇൻട്രാക്ഷൻസ് വഴി വരുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി ഇലക്ട്രോൺസ് എന്ന് പറയും. ഇൻഇലാസ്റ്റിക് ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൈമറി ആയിട്ട് വരുന്ന ബീമിലുള്ള ആ ഒരു എനർജി ഉണ്ടല്ലോ, ആ എനർജി അവരെന്ത് ചെയ്യും, സ്പെസിമെനിലുള്ള ആറ്റംസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, അതിൽ നിന്നും സെക്കൻഡറി ഇലക്ട്രോൺസ് എമിറ്റഡ് ആവും. അങ്ങനെ വരുന്ന റേസിനെയാണ് നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഇലക്ട്രോൺസിനെയാണ് സെക്കൻഡറി ഇലക്ട്രോൺസ് എന്ന് പറയും. അപ്പോൾ ഇലാസ്റ്റിക് വഴി എന്തുണ്ടാവും, ബാക്ക് സ്കാറ്റേർഡ് ഇലക്ട്രോൺസും. ഇൻഇലാസ്റ്റിക് ഇൻട്രാക്ഷൻസിലൂടെ എന്തുണ്ടാവും, സെക്കൻഡറി ഇലക്ട്രോൺസും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇനി നെക്സ്റ്റ് നമുക്കിതിൽ അപ്ലിക്കേഷൻസിലോട്ട് നീങ്ങാം. അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സെമ്മ് നമ്മൾ പറഞ്ഞു സർഫസ് ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി സ്റ്റഡി ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം അതുവഴി നമുക്ക് സെമി കണ്ടക്ടർ ഡിവൈസുകൾ, സെമി കണ്ടക്ടേഴ്സിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റും. സെമി കണ്ടക്ടേഴ്സ് എന്താ, കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നവരാണ്. ഇൻസുലേറ്റേഴ്സ് കണ്ടക്ട് ചെയ്യാൻ പറ്റാത്തവർ. സെമി കണ്ടക്ടേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ഇടയ്ക്ക് വരുന്നവരാണ്. അപ്പോൾ അവർക്ക് പാർഷ്യലി കണ്ടക്ട് ചെയ്യാം, പാർഷ്യലി കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന സെമി കണ്ടക്ടർ. ഇപ്പോൾ സെമി കണ്ടക്ടർ ഡിവൈസുകളിൽ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഡിവൈസുകളെ പറ്റി സ്റ്റഡി ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ അപ്ലിക്കേഷൻസൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഒപ്പം തന്നെ നെക്സ്റ്റ് അപ്ലിക്കേഷനായിട്ട് വരുന്നത് ഹെട്രോജീനിയസ് കറ്റാലിസിസിന് നമുക്കിത് യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഹെട്രോജീനിയസ് കറ്റാലിസിസിൽ ആക്റ്റീവ് സൈറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സെം ഇമേജസ് അല്ലെങ്കിൽ സെം ഡാറ്റ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്താണ്, ഡിഫക്ട്സുകളെ. അപ്പോൾ ഡിഫക്ട്സുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് വേറൊരു ഇതിൻ്റെ യൂസായിട്ട് വരുന്നത്.
ഡിഫക്റ്റുകൾ, അതായത് ഇപ്പോൾ ക്രിസ്റ്റൽ ഡിഫക്ട്സ്, വാക്കൻസി ഡിഫക്റ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ ഒരു സെം ഇമേജസിൽ അതായത് ആ ഒരു സർഫസിൽ വരുന്ന ഡിഫക്ട്സുകളെ പറ്റിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ വേറൊരു ഇതിൽ ഉപയോഗിക്കുന്നതാണ് ഫോറൻസിക് സയൻസിൽ നമ്മൾ യൂസ് ചെയ്യും. ഫോറൻസിക് സയൻസിലും ഇതിൻ്റെ യൂസ് വരുന്നുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സർഫസ് ക്യാരക്ടറിസ്റ്റിക്സിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെം ഇമേജസ്, സെം ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി സെമി കണ്ടക്ടർ ഡിവൈസുകൾ, കമ്പ്യൂട്ടർ ഡിവൈസുകൾ, ഹെട്രോജീനിയസ് കറ്റാലിസിസിലെ ആക്റ്റീവ് സൈറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഡിഫക്ട്സുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ക്രിസ്റ്റൽ ഡിഫക്ട്സ്, വാക്കൻസി ഡിഫക്ട്സ്, അങ്ങനെ ഡിഫക്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും, പിന്നെ ഫോറൻസിക് സയൻസ്, ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ്, അങ്ങനെ ഡിഫറെൻറ്റ് അപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്, അതായത് സെമ്മിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് സെമ്മ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇലക്ട്രിസിറ്റിക്ക് ഗുഡ് കണ്ടക്ടേഴ്സ് ആയിരിക്കണം. അപ്പോൾ സെം ഡാറ്റാസ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനത്തേനാണ്? ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആയിരിക്കണം. അപ്പോൾ ഇലക്ട്രിസിറ്റി കടത്തിവിടാത്ത അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റീനെ കണ്ടക്റ്റ് ചെയ്യാത്ത ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇലക്ട്രിസിറ്റി നന്നായി കടത്തിവിടുന്നവരായിരിക്കണം. അപ്പോൾ അങ്ങനെ കണ്ടക്റ്റിംഗ് അല്ലാത്തവരിൽ സെം ഇമേജസ്, സെം ഡാറ്റ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുന്ന കേസുകളിൽ എന്ത് ചെയ്യും? അതായത് നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള സാമ്പിൾസുകളാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കോട്ട് ചെയ്യണം. അതായത് ഇപ്പോൾ ഗോൾഡ് അങ്ങനത്തെ മെറ്റൽ വഴി ഒരു കോട്ടിങ് കൊടുത്താലാണ് അവർ കണ്ടക്റ്റിംഗ് ആയി മാറുള്ളൂ. അപ്പോൾ കണ്ടക്റ്റിംഗ് അല്ലാത്തവരെ കണ്ടക്റ്റിംഗ് ആക്കി മാറ്റണം. അതിനുവേണ്ടി ഗോൾഡ് അങ്ങനത്തെയൊക്കെ കോട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ട് മാറുമല്ലോ. അപ്പം ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു ലിമിറ്റേഷനാണ് സെമ്മിൻ്റെ ഒരു ഇതായിട്ട് പറയുന്നത്. ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലാത്തവരിൽ, അതായത് നോൺ കണ്ടക്റ്റിംഗ് ആയവരെ കണ്ടക്റ്റിംഗ് ആക്കി മാറ്റിയാലേ നമുക്ക് സെം ഡാറ്റ കിട്ടുള്ളൂ. അതാണ് ഒരു ലിമിറ്റേഷൻ. വേറൊരു ലിമിറ്റേഷൻ പറയുന്നത് വേക്കത്തിൽ സ്റ്റേബിൾ അല്ലാത്തവരിൽ സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. നോട്ട് സ്റ്റേബിൾ ഇൻ വാക്കം. വേക്കത്തിൽ സ്റ്റേബിൾ അല്ലാത്തവരിൽ ഈ സെം ഡാറ്റ നമുക്ക് സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ സാമ്പിൾ എന്ന് പറയുന്നത് നോട്ട് എന്താ പറയുക, ഭയങ്കര ചെറിയ സാമ്പിൾസ് ആയാൽ മാത്രമേ നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, സാമ്പിൾ അത്രയ്ക്ക് സ്മോൾ അല്ലെങ്കിൽ ഈ സെം ഡാറ്റാസ് നമുക്ക് കറക്റ്റായിട്ട് അതിന് ഡാറ്റ കിട്ടില്ല. അപ്പോൾ സെം ഡാറ്റാസ് അല്ലെങ്കിൽ സെം ഇമേജസ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെമ്മിൻ്റെ സാമ്പിൾ വയ്ക്കുന്ന ചാമ്പർ ഉണ്ട്. ആ ചാമ്പർ വളരെ സ്മോൾ ആയിട്ടുള്ള ചാമ്പർ ആണ്. അപ്പോൾ ആ ചാമ്പറിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആകുന്ന സാമ്പിൾ കൊണ്ട് വെച്ചാലേ നമുക്ക് സെം ഡാറ്റ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്മോൾ ആയിട്ടുള്ള സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യണം. അല്ലാതെ ബിഗ് സാമ്പിൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അതിലെ സെമ്മിൻ്റെ ചാമ്പറിൽ വെക്കാനും പറ്റില്ല, സാമ്പിൾ ചാമ്പറിൽ വെക്കാനും പറ്റില്ല, ഡാറ്റ കിട്ടൂല. അപ്പോൾ ഇത്തരത്തിലുള്ള ലിമിറ്റേഷൻസാണ് മെയിൻ പറയുന്നത്. ഇലക്ട്രിസിറ്റിക്ക് ഗുഡ് കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനെ നമ്മൾ കണ്ടക്റ്റിംഗ് ആക്കി മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ വാക്കത്തിൽ സ്റ്റേബിൾ ആയിട്ടുള്ള സാമ്പിൾസിനെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ സാമ്പിൾ നല്ല സ്മോൾ ആയിരിക്കണം, അതായത് ആ സാമ്പിൾ ചാമ്പറിൻ്റെ ഉള്ളിൽ ഫിറ്റ് ആകുന്ന സാമ്പിളെ നമുക്ക് ഡാറ്റാസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതൊക്കെയാണ് സെമ്മിൻ്റെ ഒരു ഡാറ്റ. അപ്പോൾ സെമ്മിൻ്റെ ഇതിൽ നമ്മൾ മെയിൻ പഠിച്ചത് സെം എന്താണ്, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. അപ്പോൾ അതിലൂടെ സർഫസ് ക്യാരക്ടറിസ്റ്റിക്സിനെ സ്റ്റഡി ചെയ്യുകയാണ് ചെയ്യുന്നത് ഹൈ എനർജിയുള്ള ഇലക്ട്രോൺ ബീം വഴി. നെക്സ്റ്റ് അതിൽ നമ്മൾ ബേസിക് പ്രിൻസിപ്പിൾ പറഞ്ഞപ്പോഴും റാസ്റ്റർ പാറ്റേണിലാണ് അതിൽ സ്റ്റഡി ചെയ്യുന്നത്. പിന്നെ 2 ടൈപ്പിലുള്ള സ്കാറ്ററിംഗ് ഉണ്ടെന്ന് പറഞ്ഞു, ഇലാസ്റ്റിക്കും ഇൻഇലാസ്റ്റിക്കും. ഇലാസ്റ്റിക് വഴി ബാക്ക് സ്കാറ്റേർഡും ഇൻഇലാസ്റ്റിക് വഴി സെക്കൻഡറി ഇലക്ട്രോൺസ് ആണ് വരുന്നത്. പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻസും കണ്ടു, സെമി കണ്ടക്ടർ ഡിവൈസ്, അങ്ങനെയുള്ള കമ്പ്യൂട്ടർ ഡിവൈസ്, ഹെട്രോജിനസ് കറ്റാലിസിസ്, അങ്ങനെയൊക്കെ. പിന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് മെയിൻലി 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. സാമ്പിൾ വളരെ സ്മോൾ ആയിരിക്കണം, പിന്നെ സ്റ്റേബിൾ ആയിരിക്കണം വാക്കത്തിൽ, പിന്നെ അതേപോലെ ഇലക്ട്രിസിറ്റിക്ക് ഗുഡ് കണ്ടക്റ്റിംഗ് ആയിരിക്കണം. എങ്കിലേ സെം ഇമേജസ് നമുക്ക് കിട്ടുള്ളൂ, സെം ഡാറ്റ സ്റ്റഡി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. താങ്ക് യു.